കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ദക്ഷിണ ചൈന കടലിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത വർദ്ധിച്ചു വരുന്നു. പ്രധാനമായും ചൈനയ്ക്ക് തായ്വാൻ പിടിച്ചെടുക്കണം. ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ചൈന തായ്വാന് ചുറ്റും ഇപ്പോൾ വമ്പൻ സൈനികാഭ്യാസം നടത്തുകയാണ്. പോരാത്തതിന് 58 യുദ്ധവിമാനങ്ങളാണ് തായ്വാന് ചുറ്റും റഷ്യ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു പടനീക്കം ഉണ്ടാകാം തായ്വാനിലേക്ക് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നമുക്കറിയാം, ചൈന എന്ന് പറയുന്ന രാജ്യം തായ്വാൻ പിടിച്ചെടുക്കുന്നത് തങ്ങളുടെ അഭിമാന പ്രശ്നമായിട്ടാണ് കാണുന്നത്. പക്ഷേ തായ്വാൻ എന്ന് പറയുന്നത് ചരിത്രപരമായി പരിശോധിച്ചാൽ ചൈനയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. ഇതൊരു അധിനിവേശം ആണെന്നാണ് പല രാജ്യങ്ങളുടെ അഭിപ്രായം. പ്രത്യേകിച്ച് അമേരിക്കയാണ് തായ്വാനെ പ്രധാനമായും സംരക്ഷിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അമേരിക്ക ആ മേഖലയിൽ ശക്തമായിട്ടുള്ള നിരീക്ഷണം നടത്തി വരുന്നു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം 58 യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും ഈ തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തെ വളഞ്ഞതോടുകൂടി തായ്വാൻ ഇപ്പോൾ യുദ്ധത്തിലേക്ക് ഇറങ്ങാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം മോക്ക് ഡ്രിൽ തായ്വാനിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു യുദ്ധത്തിന് മുമ്പാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് നമ്മുടെ രാജ്യത്തും മോക്ക് ഡ്രില്ല് അതിർത്തി സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ തായ്വാൻ ദുരന്ത നിവാരണ പരിശീലനം ആരംഭിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ചൈന സാധ്യമായ എല്ലാ രീതിയിലും അധിനിവേശത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മധ്യപൂർവ്വ ദേശത്ത് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇറാനെതിരെയുള്ള യുദ്ധമാണ് ലോകത്തിൻ്റെ ലക്ഷ്യമെന്ന് തായ്വാൻ ഇപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയാണ്. റഷ്യയും യുക്രൈനും വടക്കൻ പ്രദേശത്താണ്. ഇന്ത്യക്കെതിരായിട്ടുള്ള കരയുദ്ധത്തിൽ പരാജയപ്പെട്ട ശേഷം മാവോയ്ക്ക് ചെയ്യാൻ കഴിയാത്ത തായ്വാൻ പിടിച്ചടക്കി ദേശീയ ചരിത്രത്തിൽ സ്വയം അനശ്വരനാകാനാണ് ഷീ ജിൻപിങ്ങിൻ്റെ ശ്രമം. അതായത് ഇപ്പോഴുള്ള ഷീ ജിൻപിങ്ങിനെ തായ്വാൻ പിടിച്ചെടുത്ത് മാവോയേക്കാൾ മുകളിലേക്ക് എത്തി തന്നെ ഒരു ഡെമി ഗോഡായി ചൈനയുടെ ഏറ്റവും തലപ്പത്ത് പ്രതിഷ്ഠിക്കണം. നാളെ താൻ മരണപ്പെട്ടാലും തന്നെ ആൾക്കാർ സ്മരിക്കേണ്ടത് മാവോയ്ക്കാട്ടിലും മുകളിലുള്ള ഒരു ഭരണാധികാരിയായിട്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഷീ ജിൻപിങ് ഈ ഒരു നീക്കം നടത്തുന്നത്. മാവോയേക്കാൾ താൻ വലിയവനാണെന്ന് കാണിക്കാൻ അങ്ങനെ സാധ്യമായ ചൈനീസ് അധിനിവേശത്തെ ഹാങ് കുയാങ് എന്ന പേരിൽ 10 ദിവസത്തെ യുദ്ധാഭ്യാസം തായ്വാൻ ആരംഭിച്ചു. ഇത് സൈന്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് വ്യോമാക്രമണ മുന്നറിയിപ്പും ദുരന്ത നിവാരണത്തിനും പൊതുജനങ്ങളെ സജ്ജരാക്കുന്നു. വ്യാഴാഴ്ച ആരംഭിച്ച ഈ അഭ്യാസം 10 ദിവസം നീണ്ടു നിൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ ഈ അഭ്യാസത്തിൻ്റെ പ്രാഥമിക തയ്യാറെടുപ്പുകളും മുൻകരുതൽ പങ്കും ജൂലൈ 9 തന്നെ ആരംഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തായ്പെയ്, ന്യൂ തായ്പെയ്, തമോയുവാൻ, പൈലാങ്, ഫെങ്യുങ് സിറ്റി, സിൻയു കൗണ്ടി എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 2 വരെ അല്ലെങ്കിൽ 3 വരെ ഈ പരിശീലനം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹുവാലി കൗണ്ടി, തായ്വാൻ കൗണ്ടി, പെങ്ചു കിങ്ജ, മാറ്റ്സു ദ്വീപുകൾ എന്നിവിടങ്ങളിൽ അവസാന ദിവസമായ നാളെ തീവ്രമായിട്ടുള്ള അഭ്യാസം നടക്കുമെന്ന് ഫോക്കസ് തായ്വാൻ എന്ന് പറയുന്ന വാർത്താ ചാനൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്രതീക്ഷിത വ്യോമാക്രമണത്തിൽ നിന്ന് എങ്ങനെ സ്വയം പ്രതിരോധിക്കാമെന്ന് പൗരന്മാരെ പഠിപ്പിക്കുന്നതിനാണ് ഈ അഭ്യാസം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ തായ്വാൻ പറയുന്നത്. വ്യോമാക്രമണ മുന്നറിയിപ്പ് 30 മിനിറ്റ് നീണ്ടു നിൽക്കും. ജൂലൈ 6-7 തീയതികളിൽ ഉണ്ടായ ശക്തമായ ടൈഫൂൺ കാരണം കടുത്ത ഭക്ഷ്യക്ഷാമം അനുഭവിച്ച തായ്വാനിലെ യിയാത്ത് സിറ്റി, ചിയാങ് കൗണ്ടി, യുങ് ബിൻ കൗണ്ടി എന്നീ നഗരങ്ങളിൽ ഈ പരിശീലനം നടന്നില്ല എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. തായ്വാനിൽ ഒരു രാത്രികാല അഭ്യാസവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. രാത്രിയിലെ ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് തെളിയിക്കുക എന്നുള്ളതായിരുന്നു ഈ അഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ബ്ലാക്ക് ഔട്ട് അഭ്യാസങ്ങൾ ആരംഭിച്ചു. രാത്രിയിലെ ആക്രമണങ്ങളിൽ നിന്ന് വിമാനത്താവളത്തെ സംരക്ഷിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ തായ്വാനിൽ ഇപ്പോൾ ചെയ്തു വരികയാണ്. തായ്പേയിലെ സോങ് ഷാൻ വിമാനത്താവളം പിടിച്ചെടുക്കാൻ ചൈന ആഗ്രഹിക്കുന്നു എന്നുള്ളതും മറ്റൊരു റിപ്പോർട്ടാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.